ഫ്രണ്ട്സ്, ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സത്യമെങ്കിൽ ഇന്നലെ പറഞ്ഞതല്ല മിനിഞ്ഞാന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്, അങ്ങനെ ഓരോ ദിവസവും പുള്ളി ഓരോ നിലപാടുകൾ മാറ്റിക്കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നിലപാടുകളിൽ ആദ്യം പുള്ളി പറഞ്ഞു റഷ്യ നല്ല രാജ്യമാണ്, ഉക്രൈനാണ് മോശം. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉക്രൈനെ വീണ്ടും എടുത്തു വെച്ചു, റഷ്യയെ വീണ്ടും തള്ളി പറഞ്ഞു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും പുള്ളി ഓരോ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഒരു സമയത്ത് പറഞ്ഞു ഇറാനുമായിട്ട് ഞങ്ങൾ ഡീലിംഗ് ഉണ്ടാക്കി, ഇറാനുമായിട്ട് അണുവായുധം ഉണ്ടാക്കി, ഇസ്രായേലാണ് മോശം രാജ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ദിവസവും നിലപാടുകൾ മാറ്റുകയാണ്. പിന്നീട് ഇറാനിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളൊക്കെ ഇട്ടു. അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ ട്രംപിൻ്റെ നിലപാടുകൾ നാളെ എന്താണ് ട്രംപ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. നാളെ ഇനി പറയാൻ പോകുന്ന ഉത്തര കൊറിയയാണ് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം, കിം ജോങ് ഉന്നാണ് ലോകത്തിലെ മഹാനായ ഭരണാധികാരിയെന്ന് ചിലപ്പം ഡൊണാൾഡ് ട്രംപ് പറയും. അതുപോലെ തന്നെ ചൈന നല്ല രാജ്യമാണ്, ചൈന ആയിട്ടാണ് സഹകരിക്കാൻ കൊള്ളാവുന്നത്, അങ്ങനെയൊക്കെ പറയും. പുള്ളിക്ക് വ്യക്തമായ ഒരു നയമില്ലായ്മ ഒരു നയമായിട്ട് പുള്ളി സ്വീകരിച്ചിരിക്കുകയാണ്. പുള്ളി എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലമായിട്ട് ഒരിക്കലും ഒരു നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ലോകത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് പുള്ളിയെ നേരിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു സത്യത്തിലേക്ക് പോകുന്നതിലോ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യക്ക് കുറേ താരിപ്പടിച്ചു കൊടുത്തു എന്നുള്ള ഉടനെ തന്നെ നമ്മുടെ നിലപാടുകളുമായിട്ട് പോകും. പുള്ളി നാളെ അത് മാറ്റി പിടിക്കുന്നതാണ് കേട്ടോ. അപ്പം മാറ്റി പിടിക്കുന്നതാണെന്ന് പുള്ളിക്കറിയാം. പുള്ളി ചെയ്യുന്ന എന്താണെന്ന് പുള്ളിക്ക് തന്നെ ഊഹമില്ല. അന്നേരം കാണുന്ന കാര്യങ്ങൾ അപ്പാന്ന് വിളിക്കുന്ന എന്നുള്ളതല്ലാതെ പുള്ളി വ്യക്തമായിട്ടൊരു തീരുമാനം ഒരു കാര്യത്തിലും പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതാണ് പുള്ളിയുടെ നയമില്ലായ്മ തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ നയമെന്ന് പറയുന്നത്. പുള്ളി ആ രീതിക്കാണ് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയുടെ രീതി അനുസരിച്ചൊരു ഇന്ത്യ ചൈന റഷ്യ സൈനിക സഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആ നിലപാടുകൾ മാറ്റിയിട്ട് പുള്ളിയുടെ സൈനിക സഖ്യത്തിന് വേണ്ടിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ തിരിച്ചടികളാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഉടത്തരം ഒരു ആഡംബരമായി കരുതിയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് മാത്രമായിരിക്കുകയില്ല അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വരാൻ പോകുന്നത്. അത് കഴിയുമ്പം വേറെ ആളുകളൊക്കെ വരാൻ ഇനിയും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അമേരിക്കയായിട്ട് സഹകരിക്കാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെ ആയിട്ട് വീണ്ടും അമേരിക്ക മാറും. നല്ല ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അതുപോലെ ജോൺ എഫ് കെന്നഡിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയായിട്ട് അത്ര വളരെ നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഓരോ കാലഘട്ടങ്ങളിൽ മോശം പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. റിച്ചാർഡ് നിക്സൺ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ അത്തരം നിലപാടുകളൊക്കെ നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ട്രംപ് എന്ന് പറയപ്പെടുന്ന ഒരു വൃത്തികെട്ടവനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ നിലപാടുകൾ മാറ്റാൻ പാടില്ല.